ഈ ഒപ്പുവെച്ചു എന്നതാണ് പ്രശ്നം എന്ന കാര്യം വളരെ നേരത്തെ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. കാരണം ഗവൺമെൻറ് മുമ്പിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അത് ഒപ്പിട്ടത് കൊണ്ട് ചില ബാധ്യതകൾ തുടർ ഗവൺമെൻറ്റിനുണ്ടാകുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത്. മാത്രമല്ല, അങ്ങനെ ഒപ്പിട്ടതിനെക്കുറിച്ച് ഗവൺമെൻറ് തന്നെ ഒഫീഷ്യലായി തീരുമാനിച്ചത്. അതിനുവേണ്ടി ആദ്യം കൃത്യമായി പറഞ്ഞാൽ മാർച്ച് മാസം 2024 മാർച്ച് 23 ഗവൺമെൻറ് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ അവരെടുത്ത തീരുമാനം കൃത്യമായി കേന്ദ്രത്തിന് മറുപടി നൽകിയത്. ഇങ്ങനെയാണ് കാണുന്നത്. അവർ പറയുന്നത് ആ കമ്മിറ്റി രൂപീകരിച്ചു. എന്നിട്ട് അവർ പറയുന്നത് ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി കമ്മിറ്റി, ആ കമ്മിറ്റി റെക്കമെൻഡേഷൻ അനുസരിച്ച് ദ MOU ഫോർ എസ്റ്റാബ്ലിഷിംഗ് PMCD സ്കൂൾസ് വിൽ ബി സൈൻഡ് ബൈ ദ സ്റ്റേറ്റ് ഫോർ ദ അക്കാഡമിക് ഇയർ 2024 and 2025. അപ്പോൾ അതിന് ഒപ്പിടാൻ ഔദ്യോഗികമായി തീരുമാനിച്ച് കേന്ദ്രത്തിന് ശ്രീ സഞ്ജയ് കുമാർ IAS കൊടുത്ത ലെറ്റർ ഔദ്യോഗികമായി നമുക്ക് ഇന്ന് നിയമസഭയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അവർ ഔദ്യോഗികമായി ഒപ്പിട്ട സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിൻ്റെ ചില ബാധ്യതകൾ ഈ ഗവൺമെൻറ് ഉണ്ടാവും. അവിടെ ഗവൺമെൻറ് പറയുന്നത് പാഠ്യപദ്ധതിയിൽ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമ്മുടെ രാഷ്ട്രനായകന്മാരെയൊക്കെ മാറ്റി നിർത്തുന്ന സംഘപരിവാറിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം വരാതിരിക്കുവാനും, അങ്ങനെ വന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്വന്തമായി പാഠ്യപദ്ധതി ഒരുപക്ഷെ നടപ്പാക്കേണ്ടി വരും. അവരുടെ നിർബന്ധത്തിനുള്ള പാഠ്യപദ്ധതി നടപ്പാക്കുമ്പോൾ യഥാർത്ഥം എന്താണെന്ന് പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിന് പാഠ്യപദ്ധതി തീരുമാനങ്ങളിൽ ഗവൺമെൻറ്റിന് കൃത്യമായ സ്വാതന്ത്ര്യം ലഭ്യമാകത്തക്ക വിധമുള്ളൊരു സമീപനം എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗവൺമെൻറ് ഇപ്പോൾ ഈ ഗവൺമെൻറ് അതിനൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ യോഗം ചേർന്ന് ഉടനെ തീരുമാനിക്കുമെന്ന് 2 ദിവസം മുമ്പും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനമാണ് നമ്മൾ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. പാഠ്യപദ്ധതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് വരാൻ പോകുന്നത് കേന്ദ്രത്തിന് ഫണ്ട് ലഭിക്കുന്നു. ഏതൊരു പദ്ധതിയാണെങ്കിലും അതിൽ മെറിറ്റും ഉണ്ടാവും, ഡിമെറിറ്റും ഉണ്ടാവും. ഇതിൽ കുറേ ഫണ്ട് ലഭിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങളോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെ അജണ്ട കൊണ്ടുവരലാണ് ഉദ്ദേശമെങ്കിൽ ആ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്നതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ കമ്മിറ്റി ആലോചിച്ച് നടപ്പാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഒപ്പിട്ടുവെങ്കിലും ഇത് നടപ്പാക്കാതിരിക്കാൻ, ഈ സ്കൂളുകളുടെ ലിസ്റ്റ് കൈമാറാതെ ഇരിക്കാം, അങ്ങനെ ആ നിലയ്ക്ക് പല നടപടികൾ സ്വീകരിക്കാമെന്ന് സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. സുപ്രഭാതത്തിൽ തന്നെ വാർത്തയുണ്ടായിരുന്നു. നടപ്പാക്കാതെ ഇരിക്കാം അതിനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ ഒരു മാർഗ്ഗം ഈ വിഷയത്തിൽ വിദഗ്ധർ 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇത് 2027 വരെ നീട്ടിക്കൊണ്ടുപോയി അതിന് പിന്മാറാൻ വകുപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് ഒപ്പിട്ടുവെങ്കിലും നടപ്പാക്കാതെ സ്വാഭാവികമായും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ കഴിയില്ല എന്നതിനെക്കുറിച്ച് നിയമപരമായ വിഷയങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം PMCD അല്ലാത്ത ഫണ്ട്, ഔദ്യോഗികമായി കൈമാറേണ്ട ഫണ്ട് തന്നെ ഇത് ഒപ്പിട്ടെങ്കിലേ തരൂ എന്നൊരു നിർബന്ധ ബുദ്ധി കേന്ദ്രം ചെലുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒപ്പിടേണ്ടി വന്നത് എന്നാണ് കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അത് ആ വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള കാശ് അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് ഈ PMCD ഫണ്ട് അല്ലാത്ത സ്ഥിതിക്ക് അത് നൽകണമെങ്കിൽ ഇതിൽ ഒപ്പിടണം എന്ന നിർബന്ധ ബുദ്ധി ചെലുത്താൻ പാടുണ്ടോ ഇല്ലയോ എന്ന വിഷയം വളരെ ഗൗരവപരമായി കോടതിയടക്കം അതിൽ ഇടപെട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഭരണഘടനാ വിഷയവും കൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ ഇല്ലയോ എന്നത് നിയമപരമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അഭിപ്രായങ്ങൾ പറയേണ്ട കാര്യമല്ല. ആവശ്യമെങ്കിൽ കോടതിയിൽ പോയി ഇത് റദ്ദാക്കണമെന്നുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇതിന്റെ വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ കോടതിയെ സമീപിക്കണം. അന്തിമമായി നമുക്ക് സമീപിക്കാനുള്ളത് കോടതിയാണ്. 1. 2, എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്രത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട ഫണ്ട് അത് ആരുടെയും വ്യക്തിപരമല്ല, മറിച്ച് അത് രാഷ്ട്രത്തിൻ്റെ സ്വന്തമായ സ്വത്താണ്. അതൊരു സംസ്ഥാന ഗവൺമെൻറ് വികസനത്തിന് വേണ്ടി നൽകേണ്ടത് അനിവാര്യമാണ്, ഏത് പാഠ്യപദ്ധതി വരുമ്പോഴും പുതിയ പുരോഗതി വരുമ്പോഴും. പക്ഷേ അതിൻ്റെ മറവിൽ രാഷ്ട്രത്തിൻ്റെ മതേതര സ്വഭാവത്തെ ഹനിക്കത്തക്ക വിധത്തിലുള്ള പാഠ്യപദ്ധതികൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് തീർത്തും അപകടകരമാണ്. അത് ചെറുക്കാൻ എല്ലാ ഗവൺമെൻറ്റിനും തീർച്ചയായും ബാധ്യതയുണ്ട്. അക്കാര്യത്തിൽ ജനങ്ങളുടെ അഭിലാഷം, അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ അവകാശം, ഇതൊക്കെ പാലിക്കപ്പെടണം.